ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടെ ഒട്ടകം വെള്ളം കോരുന്ന ഒരു സ്ഥലമുണ്ട്. ഒട്ടകം കിണറ്റിന്ന് ഇങ്ങനെ വെള്ളം കോരും. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ വന്നിക്കണം കേട്ടോ. ബസ്സിലെത്തിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് കുറേ ഇങ്ങനത്തെ വണ്ടികളുണ്ട്. ഇതിങ്ങനെ പണ്ടത്തെ ടൈപ്പ് ഓരോരോ ഇങ്ങനെ മണ്ണോണ്ടൊക്കെ ഉണ്ടാക്കിയ ഓരോരോ ഇതാട്ടോ. നമുക്ക് ഫ്രീ ആയ ഐസ്ക്രീമൊക്കെ വെക്കും. ഇവിടെ ഐസ്ക്രീമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ ഒട്ടകത അങ്ങനെ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ഫുള്ള് കാണാം. ഗൈസ്, നമ്മുടെ ഒട്ടകത അങ്ങനെ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഗൈസ്, പ്രാവശ്യം ഐസ്ക്രീം ഇല്ല കൊണ്ട് നമ്മൾ പോപ്കോണാണ് ഓടിച്ചേക്കണേ. നമുക്ക് ഡേറ്റ്സിന്റെ ഒരു ഇത് കട്ടിയേക്കണം കേട്ടോ. രസമൊന്നുമില്ല. ഈ ബസ്സുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കയറാം കേട്ടോ. ഇവിടെ ചുറ്റി കാണാൻ. അപ്പം നമ്മള് കയറാൻ വേണ്ടി നിൽക്കാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാദു ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കൊക്കെ പോകണ്ടേ ഞങ്ങൾക്ക് അറിയില്ല എവിടേക്കാ പോകാന്ന്. ഇങ്ങനെ കുറെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ മുകൾക്ക് കേറിയിട്ട് വ്യൂ കണ്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. കണ്ടോ, ഒരു ഫാമാണ്. അടിപൊളിയായിട്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ഈവനിങ് ഒരു 5:45 ഒക്കെ ആയിട്ടുണ്ടാവും. നല്ല രസമുണ്ട്. ട്രാക്ടറൊക്കെ നിൽക്കുന്നുണ്ട്. ഗൈസ്, നമുക്കിവിടെ ഇങ്ങനെ കടല ഉപ്പിലിട്ട പോലത്തെ ഒരു സാധനം ഉണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, ചെറിയൊരു ഇതുണ്ട്. നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ എന്താ ഒരു ഫീൽ. അടിപൊളിയാണ്.
നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഇനി കാണാം. നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു നാച്ചുറാണ്. ഗൈസ് നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ ഉള്ളിലേക്കാട്ടോ വന്നിക്കണം. ഇവിടെ ഇങ്ങനെ പുറത്ത് കുറച്ചുണ്ടായിരുന്നില്ലേ, അപ്പം ആദ്യം തന്നെ ഇതവിടെ ഒരു എന്തോ ഒരു ഇങ്ങനെ ഷേപ്പിലുള്ള അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു ഹൊറർ ഫീലാട്ടോ. മണ്ണുകൊണ്ടാണ് ഒക്കെ ഉണ്ടാക്കിയിരിക്കണത്. ഇതവിടെ റാന്തലൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ബുറൈതല ചെങ്കി ഇങ്ങോട്ടൊക്കെ വരാം. നല്ല രസമുണ്ട്, ഒരു മണ്ണിൻ്റെ ടൈപ്പാണ്. നമുക്ക് അവിടെ ഇതാ അതേപോലെ ഒരു റൂം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കയറിയിട്ട് കാണാം. പിന്നെ എന്തൊക്കെയാ അറബിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റേഡിയോ ഒക്കെ ഉണ്ട്. എന്താ റേഡിയോ നല്ല രസമുണ്ട്. ഒരു കാം പ്ലേസാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനത്തെയൊക്കെ ഡോറാട്ടോ ഇവിടെ ഉള്ളത്. പണ്ടത്തെ ആട്ടുകല്ലാട്ടോ. എന്താ പിന്നെ വെള്ളം കോരുന്ന പാളയാട്ടോ. നമ്മളിങ്ങനെ ചോറൊക്കെ വെച്ചാണ് അതിനെ ചെമ്പുകളാട്ടോ. എന്താ ഇങ്ങനെ ഉരലൊക്കെ പോലെ അങ്ങനെ എന്തോ ആട്ടോ, ഉരളി ആട്ടോ, ഉരളി. എന്താ പിന്നെ അവിടെ ചിരട്ടേണ്ടൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി മുകളിലേക്ക് കയറാട്ടോ. അങ്ങനെ കയറുന്നുണ്ട്. റാമ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ കയറാം. ആദ്യം തന്നെ ഈ ഒരു റൂം ആദ്യം കാണിച്ചത് പോലെ ഒരു നോർമൽ റൂം തന്നെയാണ്. ഇതവിടെ ഒരു ജനലുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇതാ കിളികളൊക്കെ ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. പണ്ടത്തെ ടൈപ്പ് ജനലാട്ടോ. ഇവിടെ കിളിവാതിലാണ്. ഇത് അടക്കാനും പറ്റും ഇങ്ങനെ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ റൂമുകളാട്ടോ. ഇനി മുകളിൽ കയറാണ്ട് ടെറസ് പോലെ നമുക്ക് അവിടെ കയറിയിട്ട് കാണാം. ഇത് സ്വിച്ചുകളാണ് കേട്ടോ. ഇതിങ്ങനെ ഓഫ് ഓൺ അങ്ങനെ ഓരോരോ ഐറ്റംസുകളാണ്. നല്ല രസമുണ്ട്. ഒരു കാം പ്ലേസ് ആണ്. മുകളിൽ കയറുന്നതിന് മുന്നേ അതൊന്നും കൂടി കണ്ടുപോകണം. ഒരു റൂമും കൂടി വലിയ വ്യത്യാസമൊന്നുമില്ല. കുറേ റൂമുകൾ തന്നെ. ഇനി നമുക്ക് മുകളിൽ കയറാം. മുകളിൽ കയറുന്നതിൻ്റെ അവിടെ തന്നെ ഒരു വലിയ ജനലുണ്ട്. റാന്തലുകളൊക്കെ. നമുക്ക് ഇനി ഒന്ന് മുകളിൽ കയറി നോക്കി വെക്കാം. ഗൈസ് മുകളിൽ കൂട്ടിയേക്കാണ്. നമുക്ക് നോക്കിയൊക്കെ എന്തായാലും വെറുതെ കയറി വെക്കാം. അവിടെ എന്തൊക്കെ ഇങ്ങനെ കോഴിയൊക്കെ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം ഗൈസ്. മിസ്സായി മുകളിൽ കയറാനുള്ളത്. ഇല്ല പൊട്ടിക്കാണ്. നമുക്കൊന്ന് അതേപോലെ പോകാതെ ശബ്ദം അവിടെ ഉണ്ട്. അങ്ങനെ ഇറങ്ങാണ്ട് എന്തൊരു പേടി ഗൈസ്. ഇങ്ങനെ ഹൈറ്റൊക്കെ നല്ല പേടിയാണ് ഇറങ്ങാനൊക്കെ. കയറാൻ തീരെ കുഴപ്പമില്ല, ഇറങ്ങാനാണ് നല്ല പ്രശ്നം. നമുക്കൊന്ന് ഇനി കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ഗൈസ് നമ്മൾ കയറി പോലെ തന്നെ അടിയിൽ ഇറങ്ങി പോവാണ്. ഇറങ്ങിയപ്പത്തിനും ഇപ്പോൾ ഇവിടെ ഒരു നല്ല ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിക്കണം കേട്ടോ. നമുക്ക് ഡേറ്റ്സ് ഫില്ലിംഗ് ഉള്ള ഒരു ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു. ഇത് രസമുണ്ട്. ചുറ്റിന് ഇങ്ങനെ ഇരിക്കണ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ തീയൊക്കെ എത്തിച്ചിട്ട് കുറച്ച് കാമായിട്ട് ഇരിക്കാൻ പറ്റണം കേട്ടോ. മുകളിലുണ്ടല്ലോ നല്ല രസമുണ്ട്. ഇവിടെ അതിലും ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച ഒട്ടകങ്ങൾ കോയിലിനെ കാണാറ് ഇതാട്ടോ. മിനി ഗാർഡൻ പോലെ ഉണ്ട് കേട്ടോ ഒരു സെറ്റപ്പ്. ഇപ്പൊ ഒരു 6 മണി സമയമൊക്കെ ആയിക്കോണം. എന്താ രസം കാണാൻ. അടിപൊളി സ്കൈ ആട്ടോ. പിന്നെ ഇതങ്ങനെ വണ്ടികളൊക്കെ ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കാണ് ഗൈസ്. എൻ്റെ ബ്രദേഴ്സൊക്കെ ഈ ജീപ്പിൽ കയറി ഇരിക്കുന്നുണ്ട്. അവിടെ ചുറ്റി കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ടോ ഗൈസ്. ബൈ ബൈ.